ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ദാ ഇപ്പോഴും സെയിൽ നടക്കുന്നുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ആമസോണിൽ എല്ലാ മാസം എന്തെങ്കിലുമൊക്കെ സെയിൽ ഉണ്ടാവും. ഇപ്പോൾ ഫ്രീഡം സെയിൽ അങ്ങോട്ടാണ് നടക്കണമെന്ന് തോന്നുന്നത്. അത് 7th 8th അങ്ങോട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെയിലുള്ള സമയത്ത് മേടിക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്, മിസ് ചെയ്യേണ്ട. ഞാൻ മേടിച്ചിരിക്കുന്ന ഫുൾ എത്നിക് കളക്ഷൻസ്, അതിൻ്റെ ഓരോരോ കളക്ഷൻസ് ആയിട്ട് നമുക്ക് കണ്ടാലോ. ഇൻഡോറ ബ്രാൻഡിന്റെ 3 പീസിന്റെ കളക്ഷൻ ആണ് കേട്ടോ. ഇപ്പൊ ഇതിന്റെ ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കോട്ടൺ സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. പിന്നെ യോക്കിൽ വരുന്നത് എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ്. ഓവറോൾ സ്ട്രേറ്റ് ഫിറ്റ് ആണ്, പക്ഷെ ചെറിയ ചെറിയ ബൂട്ടാസ് ഒക്കെ നമുക്ക് ഈ ഒരു കുർത്തിയിൽ നമുക്ക് കാണാൻ പറ്റും. ബൂട്ടാസ് മീൻസ് സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്ക് ആയിട്ടുള്ള കുറേ വർക്ക്സ്. അതുപോലെ 3/4 ആണ് സ്ലീവിൽ പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇൻഡോ ഇറ ബ്രാൻഡ്, അത് ബ്രാൻഡാണ്, അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യം നോ ഇഷ്യൂ. പിന്നെ വരുന്ന പാൻറ്റിൽ 1 സൈഡ് പോക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് പാൻറ്റ്, പ്ലെയിൻ ആണ് കേട്ടോ. പിന്നെ ഇതിൽ ഒരു 4-5 ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്, പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഷെയ്ഡ് ഉണ്ടായിരുന്നു, റെഡ് ഉണ്ടായിരുന്നു, മെറൂൺ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. പക്ഷേ ഗ്രീൻ കുറച്ച് ഞാൻ പിക്ക് ചെയ്യൽ ഇത്തിരി കുറവായതുകൊണ്ട് ഗ്രീനാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡോ ഇറ ബ്രാൻഡ് ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. പിന്നെ യോക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ഹെവി എംബ്രോയിഡറി വർക്കിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട, ഓർഗൻസയുടെ ദുപ്പട്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂട്ടാസ് പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ 1 സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പോൾ ലാർജ് സൈസ്, കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈ ഹോൾ സ്റ്റോറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ റിട്ടേൺ എക്സ്ചേഞ്ച് പോളിസിയും ഉണ്ട്. അപ്പോൾ പിന്നെ നോ ഇഷ്യൂ. കലോസിയ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് ലൂസാണ്, ആ ലൂസ് തന്നെയാണ്, പക്ഷെ ഉടുക്കുമ്പോൾ നല്ല സുഖമുണ്ട്. അപ്പോൾ പിന്നെ ലൂസ് ഒരു പ്രശ്നമാക്കണ്ട. ഇനിയിപ്പോൾ കലോസിയ ബ്രാൻഡ്, അതിലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അതിലത്തെ ഒരു കളക്ഷനാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈ ദുപ്പട്ട മാറ്റിക്കിട്ടതാ. ടോപ്പ് എങ്ങനെയാണ്, ഫുൾ സ്ലീവ് ആണ് വരുന്നത്. പിന്നെ യോക്കിൽ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതാ സൈഡിലാണ് ഇതിൻ്റെ ഫ്ലീറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ലൂസ് ഫിറ്റ് തോന്നിക്കുന്നത്. കാരണം 2 സൈഡിൽ ഇങ്ങനെ കുറച്ച് ബൾക്കായിട്ട് നിൽക്കുന്നത് കൊണ്ട്. പിന്നെ ചെറുതായിട്ടൊരു ലൂസ് ഉണ്ട്. ആ ലൂസ് വലിയ കണക്കാക്കൊന്നും വേണ്ടാന്നേ. പിന്നെ എംബ്രോയിഡറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ആണ്. ഫുൾ സ്ലീവിൻ്റെ ഇതാ ഇവിടെ സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൻറ്റും വരുന്നുണ്ട്. പാൻറ്റ് പ്ലെയിൻ ആണ് കേട്ടോ, നോർമലാണ്. പാൻറ്റ് പ്ലെയിൻ ആണ് വരുന്നത്. പിന്നെ ഇത് മെറ്റീരിയൽ വരുന്നത് സിൽക്ക് മിക്സ് ആയിട്ട്, കോട്ടൺ സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത്. ഒരു ചെറിയൊരു തിളക്കമൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ ഇതിന് കളേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 5-6 ഷെയ്ഡ് ഉണ്ട്. ഞാൻ തന്നെ ഒരു 2 ഷെയ്ഡ് ആദ്യമേ മേടിച്ചിട്ടുണ്ട്. ഒരു വയലറ്റ് ഷെയ്ഡും മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഗ്രീൻ, അങ്ങനത്തെ ഒരു ഷെയ്ഡും കൂടി മേടിച്ചത്. പിന്നെ ഇപ്പോൾ മേടിച്ചിരിക്കുന്നത് ഈ ഒരു റെഡ് ഷെയ്ഡ്. ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ബ്രാസോ സ്റ്റൈലാണ്, പക്ഷേ ബ്രാസോ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് പോലെയാണ്. ഫുൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ലുക്ക്, ഫുൾ പ്രിൻറ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ്. ലാർജ് എനിക്ക് ലൂസാണ്. മാറ്റിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈറ്റ് ആവില്ല, ഒന്നും അറിയില്ല. എന്തായാലും ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിങ്ങനെ തന്നെയാണ് എനിക്ക് ഇടാനും ഇഷ്ടം. അപ്പോൾ കലോസിയ ബ്രാൻഡാണ്. വറാങ്ക ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ കോട്ട് സെറ്റ് ആണ് കേട്ടോ. കോട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ 2 പീസ് ആണെന്നുള്ളത്. പിന്നെ മെറ്റീരിയൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയലാണ്. അതുപോലെ ടോപ്പും ബോട്ടും സെയിം മെറ്റീരിയൽ തന്നെ, പ്രിൻറ്റ് മാത്രം ഇത്തിരി ഡിഫറെൻ്റ് ആണ്. ഇനി ഞാനിത് ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. വരുമ്പോൾ ഒരു കിട്ടോ കിട്ടില്ല അങ്ങനെ ഒരു സ്റ്റൈലായിരുന്നു. പക്ഷെ കവറിൽ കിട്ടിയപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പൊട്ടിച്ചങ്ങോട്ട് നോക്കിയപ്പോഴും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇട്ട് വന്നപ്പോഴാണ് ഇഷ്ടമായത് സത്യം പറയുകയാണെങ്കിൽ. പ്രിൻറ്റൊക്കെ കാണുമ്പോഴേ നല്ല രസമായിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി ഈ ഒരു ടോപ്പിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. നെക്ക് വരുന്നത് ഒരു ചെറിയൊരു വി നെക്കല്ല, ഒരു അങ്ങനത്തെ ഒരു ബട്ടൺ ടൈപ്പ് ആയിട്ട്. ഇത് ഓപ്പണബിൾ ആണ് കേട്ടോ. ഓപ്പൺ മീൻസ് ഓപ്പൺ ആണ്, വേറെ പൂട്ടാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഓവറോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഈ ഒരു പ്രിൻ്റാണ് ഓവറോൾ വന്നിരിക്കുന്നത്. പിന്നെ ഈ അടിയിൽ ഇങ്ങനെ ഒരു റൗണ്ടാണ്. നോർമലി നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ടാണല്ലോ കട്ട് വരുന്നത്, അത് റൗണ്ടാണ് വന്നിരിക്കുന്നത്. 3/4 ആണ് സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലീവിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഒരു പാച്ച് പോലത്തെ ഒരു മടക്ക്, അത്രയേ ഉള്ളൂ. പാൻറ്റ് വരുമ്പോൾ പാൻറ്റിൻ്റെ പ്രിൻറ്റും നല്ല അടിപൊളി പ്രിൻ്റാണ്. ഫുൾ ഫ്ലവർ പോക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്. കോട്ടൺ മെറ്റീരിയലാണ്. എന്നാൽ കോട്ടൺ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് റേറ്റും ഉണ്ട്. 1000 സംതിങ്ങിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതിനുള്ളത് ഉണ്ട് കേട്ടോ. ആ കൊടുത്ത പൈസയ്ക്കുള്ളത് വർത്തിയാണ് എൻ്റെ ഒരു മനസ്സിൽ. കാരണം മെറ്റീരിയൽ ഞാനല്ല പിടിച്ച് നോക്കുന്നത്. സൈസ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജാണ്. ഇതിലൊരു 4XL സൈസ് വരെ അവൈലബിൾ ആണ്. പ്രിൻറ്റ് ഇതിൽ ഈ ഒരു പ്രിൻറ്റ് തന്നെയുള്ളൂ, വേറെ പ്രിൻറ്റൊന്നും നമുക്ക്
കിട്ടാൻ പോകുന്നില്ല. അപ്പൊ വരങ്ക ബ്രാൻഡിന്റെ നൈസ ബ്രാൻഡാണ് കേട്ടോ ഈ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന. ബ്രാൻഡിലല്ല ഇവിടെ കാര്യം. ഇവിടെ എന്ന് പറയുമ്പോൾ ആകെ 800 രൂപ വന്നിട്ടുള്ള ഈ ഒരു 3 പീസ് കളക്ഷൻ. ഈ ഒരു 800 രൂപ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി കാശ് എനിക്ക് മുതലായി, അത്ര വേണം പറയാനായിട്ട്. കാരണം ഈ ഒരു വീവിങ് ആയിട്ടുള്ള ഈ ഒരു ബനാറസി ദുപ്പട്ടയ്ക്ക് തന്നെ കൊടുക്കണം അത്യാവശ്യം നല്ലൊരു എമൗണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് 3 പീസാണ് കിട്ടണത്. അതും ആ ഒരു കോൺട്രാസ്റ്റ് സ്റ്റൈലും ശരിക്കും പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ വരെ പക്കാ ട്രഡീഷണൽ, നമുക്ക് റേറ്റ് കുറവിന് എന്തോ വില മതിക്കുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിൽ കിട്ടാന്ന് പറയില്ല, അതാണ് ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത്. ഇനി നൈസ ബ്രാൻഡിൻ്റെ ആണ് 3 പീസ് കളക്ഷനാണ്. ടോപ്പ് വരുന്നത് എ ലൈൻ സ്റ്റൈലാണ് ഇത് വരുന്നത്. പിന്നെ യോക്കിൽ വരുന്നത് ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിങ്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ബൂട്ട വർക്ക്സ് വരുന്നുണ്ട്. ഓവറോൾ എന്ന് പറഞ്ഞാൽ ഓവറോൾ. അതുപോലെ തന്നെ സ്ലീവും അതുപോലെ തന്നെ ദുപ്പട്ടയിലും. സ്ലീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു എംബ്രോയിഡറിയുടെ വർക്കും സീക്വൻസ് വർക്കും എല്ലാം കൂടി വന്നിട്ടുള്ളതാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പാൻറ്റ് പ്ലെയിൻ ആണ് വരുന്നത്. അതിൽ ബൂട്ടാസ് അങ്ങനെ വർക്കും കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കൊടുത്തിരിക്കുന്ന ഈ ഒരു ബോട്ടൽ ഗ്രീൻ ഷെയ്ഡിലുള്ള ദുപ്പട്ട ഇതന്നെ മതി, അത്യാവശ്യം ഈ കാശ് മുതൽ എനിക്ക്. പിന്നെ സൈസ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജാണ്. നൈസ ബ്രാൻഡിൻ്റെ ഫെസ്റ്റിവൽ രീതിയിലുള്ള എത്നിക് വെയർ കളക്ഷൻസിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതെന്താ റേഞ്ച് കുറവിന് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ എന്താ പറയുക, സെയിൽ നടക്കുന്ന സമയം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഗ്രേറ്റ് ഫ്രീഡം സെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്ര റേറ്റ് കുറവിന് കിട്ടുക. അല്ലെങ്കിൽ ഒക്കെ 1000, 1200, 1400 ആ റേഞ്ചിൽ പോകുന്ന ഒരു ഐറ്റമാണ് എനിക്ക് 800 റേറ്റ് തന്നെ മതി ഹൈലൈറ്റ്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, ഒരു ഫെസ്റ്റിവൽ ലുക്ക് വരുന്ന ഒരു കളക്ഷനാണ്. ലാർജ് ആണ് കേട്ടോ സൈസ് വെയർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കളർ ഇഷ്ടമായില്ല, പാറ്റേൺ ഇഷ്ടമായില്ല, വേണ്ട മേടിക്കേണ്ട, അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആമസോൺ സൈറ്റിലേക്ക് പോകുമ്പോഴേ ഇതുപോലത്തെ ചില സജഷനൊക്കെ ആയിട്ട് ആമസോൺ നമുക്ക് കാണിച്ചു തരും. ആ സജഷനൊക്കെ ഇങ്ങനെ താഴ്ത്ത് വരുമ്പോൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പിന്നെ ആമസോൺ ആണല്ലോ 24 hours, ഏത് പാതിരയ്ക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാം. പിന്നെ ഈസിയാണ്, പർച്ചേസ് ചെയ്താലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് ആമസോൺകാർ തരുന്നുണ്ട്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഓൺലൈൻ നമുക്ക് ആദ്യമേ പേ ചെയ്യണമെങ്കിൽ പേ ചെയ്യാം. എല്ലാം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല, ആമസോൺ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.